ഇതെന്താണ് കണ്ടിട്ട് ഡയറി പോലെ ഇരിക്കണല്ലേ? ഇത് ഡയറിയോ ബൈബിളോ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു പവർ ബാങ്കാണ്. ഞാൻ ഉണ്ടാക്കിയ പവർ ബാങ്കാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത്. ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് ഒരു പവർ ബാങ്കാണ്. പവർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലി ചെറിയൊരു പവർ ബാങ്ക് അല്ല, കുറച്ച് വലിയ ഒരു നല്ലൊരു കൂടിയ MAH ഉള്ളൊരു പവർ ബാങ്കാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫസ്റ്റ് വേണ്ടത് ഒരു മൾട്ടിമീറ്റർ, പിന്നെ വേണ്ടത് ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു പഴയ ബാറ്ററി. ഇത് നമുക്ക് കടയിൽ നിന്ന് ഒരു 70 രൂപ 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. 70 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഒരു മോഡ്യൂളാണ്, അതായത് പവർ ബാങ്ക് മോഡ്യൂളാണ്. ഈ പവർ ബാങ്ക് മോഡ്യൂൾ ഇപ്പം നിലവിൽ എൻ്റെ ഉണ്ടായിരുന്നൊരു പവർ ബാങ്ക് മോഡ്യൂളാണ്. ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു പവർ ബാങ്കിൻ്റെ മോഡ്യൂളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ കിട്ടും ഇതിൻ്റെ ഒരു മോഡ്യൂൾ. അതായത് അതിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു മോഡ്യൂൾ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ ഇതിലിടാം. ആ മോഡ്യൂൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടുണ്ടാക്കാം. അതൊരു 300 രൂപ വില വരും ആ ഒരു മോഡ്യൂളിന്. നല്ലൊരു മോഡ്യൂളാണ്. അതിൽ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ടൈപ്പാണ്. അതിൽ ചാർജിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ എഴുതി കാണിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് അതിൽ വരുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു കത്രിക, പിന്നെ വേണ്ടത് ഒരു സ്കെയില്, പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പേന. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഈ സാധനം മസ്റ്റായിട്ട് വേണം, എങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാറ്ററീസ് വേണം. അപ്പോൾ ഇത്രയും സാധനം, പിന്നെ കത്തി വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാം. വളരെ സിമ്പിളാണ്. ഈ കത്തി ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഈ ഹോളിനകത്തോട്ട്, ഇവിടെ ചെറിയ ഒരു ഇതുണ്ട്, ആ ഹോളിനകത്തോട്ട് ഈ കത്തി ചരിച്ച് പിടിച്ച് താഴോട്ട് പ്രസ് ചെയ്താൽ മതി. നമുക്ക് തുറക്കാൻ പറ്റും. ഒരു 5-10 മിനിറ്റ് എടുക്കും തുറക്കാനായിട്ട്. കുറച്ച് പാടാണ്. അങ്ങനെയാണ് ഇത് തുറക്കാനുള്ളത്. ഞാൻ ഇത് തുറന്നിട്ടുള്ളത് ബാക്കി കാണിക്കാം. നിങ്ങൾ കണ്ടു കാണും, ഞാൻ ബാറ്ററി തുറന്നിരിക്കുകയാണ്. കുറച്ച് പാടുവിട്ട് തുറക്കാനായിട്ട്, കാണാത്തവർക്കും കാണാം. അപ്പം ഇങ്ങനെയുള്ള ബാറ്ററീസാണ് നമുക്ക് വേണ്ടത്. ഇതിനെ ലിഥിയം അയൺ ബാറ്ററീസ് എന്നാണ് പറയുന്നത്. കൂടുതൽ ചാർജ് ഇതിൽ ശേഖരിച്ച് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിവുള്ള ഒരു ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററീസ്. കുറച്ച് വെയിറ്റുള്ള ബാറ്ററിയാണ്, റൗണ്ട് ഷേപ്പാണ്. നമ്മൾ സാധാരണ വാങ്ങണ 10 രൂപയ്ക്ക് വാങ്ങുന്ന ബാറ്ററി പോലത്തെ ബാറ്ററിയാണിത്. എന്നാൽ ഒരു ബാറ്ററി ഏകദേശം 2800 mAh അടുപ്പിച്ച് വരും. അപ്പം ഈ ബാറ്ററീസ് വെച്ചിട്ടാണ് നമ്മൾ പവർ ബാങ്ക് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ബാറ്ററി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ബാറ്ററി ചെക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൽ ഈ 2 ബാറ്ററി നല്ലതല്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ബാറ്ററി, ഈ ഒരു പാക്ക് തുറക്കാൻ നേരത്ത് ഈ ബാറ്ററി, ഈ ഫുൾ ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യുക. എല്ലാം സോൾഡർ ചെയ്ത് വെച്ച് എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാ ബാറ്ററിയും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഫോണിൻ്റെ ചാർജർ ഉണ്ടല്ലോ, ഫോണിൻ്റെ ചാർജറിനെ കട്ട് ചെയ്യുക. ചാർജിൻ്റെ കേബിൾ കട്ട് ചെയ്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ്, ചുവപ്പും വെള്ളയായിരിക്കും, ചുവപ്പും കറുപ്പായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവും തിരഞ്ഞെടുക്കണം. ഏതാണെന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ഇത് ഈ ബാറ്ററിയുടെ പോസിറ്റീവും ഇത് ഈ ബാറ്ററിയുടെ നെഗറ്റീവുമാണ്. അപ്പം ആ ചാർജറിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇതിലൊന്നൊരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ കണക്ട് ചെയ്യാൻ സമയത്ത് ചാർജറിൽ ചെറിയ രീതിയിലൊരു സൗണ്ട് വരും. നിങ്ങൾക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെവി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് വരും. ആ സൗണ്ട് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ നേരത്ത് സ്റ്റോപ്പ് ആവുന്നു എങ്കിൽ ഈ ബാറ്ററിയിൽ ചാർജ് കയറുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ആ സൗണ്ട് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യൽ, ഈ ബാറ്ററി അങ്ങ് കളയുക, അത്ര തന്നെ. ഈ ബാറ്ററിയും സംഭവം കൊള്ളില്ല, അഴുക ബാറ്ററിയാണ്. നമുക്കത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, സൗണ്ട് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ചാർജർ കണക്ട് ചെയ്യാൻ നേരത്ത് ചാർജറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇതിലോട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് ഫോണിൻ്റെ ചാർജറിൽ സൗണ്ട് കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് അഴുക്ക ബാറ്ററിയാണ്. അത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബാറ്ററി എടുത്ത് വെച്ചേക്കുന്നത്, ഇത് നല്ല ബാറ്ററിയാണ്. ചെക്ക് ചെയ്തപ്പോൾ നല്ലതാണെന്ന് കണ്ട ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവും ഞാൻ ഇതിലോട്ടൊന്ന് ടെർമിനൽ, അതായത് മൾട്ടിമീറ്ററിൻ്റെ ടെർമിനൽ ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്തു. അപ്പം ഇതിൽ ചാർജ് കാണിക്കുന്നത് 3.19. അപ്പോൾ ഇത് നല്ലൊരു ബാറ്ററിയാണ്. 3.19 കാണിക്കുന്നത്. ജസ്റ്റ് ഞാനൊരു 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ്, ഏകദേശം 5 മിനിറ്റ് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത ബാറ്ററിയാണ്. അതിൽ കാണിക്കുന്ന റീഡിങ് 3.19 ചാർജ് ഈ ബാറ്ററിയിലുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അഴുക്ക ബാറ്ററി, അതായത് നല്ല ബാറ്ററി അല്ലാത്തതായ ബാറ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഴുക്ക ബാറ്ററിയാണ്, നല്ല ബാറ്ററി അല്ലാത്ത ബാറ്ററിയാണ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഈ മൾട്ടിമീറ്ററിൽ എത്രയാണ് കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായിപ്പോൾ ഇതിൽ കാണിക്കുന്നത് 0.2, അതായത് ഈ ബാറ്ററി ഡെഡാണ്. ഈ ബാറ്ററിയിൽ ഒരിക്കലും കറണ്ട് സേവ് ചെയ്യില്ല, അല്ലെങ്കിൽ ബാറ്ററി ഒരിക്കലും റീചാർജ് ആവില്ല. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇതിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിതങ്ങനെ ഒഴിവാക്കാം.
ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പം എടുത്തിരിക്കുന്ന ബാറ്ററി നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി ചില ബാറ്ററിയിൽ ചാർജ് കാണിക്കും 3.2 എന്ന് കാണിക്കും, അല്ലെങ്കിൽ 2 എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പം ഈ എടുത്തിരിക്കുന്ന ബാറ്ററി നല്ലതാണ് എന്ന് ഉള്ളത് ഈ 3.32 അല്ലെങ്കിൽ 3 വോൾട്ടിന് മുകളിലോട്ട് കാണിക്കുന്ന എല്ലാ ബാറ്ററിയും നല്ലതായിരിക്കും. 3 വോൾട്ടിന്, അതായത് 2 വോൾട്ടിന് താഴോട്ട് കാണിക്കുന്ന ബാറ്ററി നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. കാര്യം ആ ബാറ്ററി ഭാവിയിലൊരു ദോഷം, അല്ലെങ്കിൽ അത് ഭാവിയിൽ അത് ബാറ്ററി കംപ്ലൈൻറ്റ് ആവാനൊരു ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മളെ മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പവർ ബാങ്കിൻ്റെ മറ്റുള്ള ബാറ്ററികൾക്കും കൂടെ അത് ഒരു വിഷയമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ബാറ്ററി എടുക്കരുത്. അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാനിപ്പം കാണിച്ചിരുന്നെങ്കിൽ വേറെ നല്ലതാണ്. ഇപ്പോൾ നോക്കിയോ, ഞാൻ ഈ ബാറ്ററി കണക്ട് ചെയ്തു. ഈ ഒരു ബാറ്ററി നല്ല ബാറ്ററി അല്ല, ഞാൻ കണക്ട് ചെയ്തു. അത് 3.1 എന്നാണ് കാണിക്കുന്നത്. ഏകദേശം 3 വോൾട്ട് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. നല്ല ബാറ്ററികൾ എപ്പോഴും 3.5 വോൾട്ട് 3.30 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന വാല്യൂ വന്നിട്ട് 3.1 ആണ് കാണിക്കുന്നത്. കാര്യം ഈ ബാറ്ററി അത്ര നല്ലതല്ല. ഈ ബാറ്ററി നമുക്ക് വേണ്ട. സോ നമുക്ക് ഈ ബാറ്ററി ഒഴിവാക്കാം. മനസ്സിലായി, ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇതുപോലത്തെ ബാറ്ററി നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഡെല്ലിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഒരു ബാറ്ററിയാണ് ഇത്. ഇതുപോലത്തെ ബാറ്ററി നമ്മൾ കടയിൽ നിന്ന് എടുക്കാൻ നേരത്ത് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആയ ബാറ്ററീസ് ആയിരിക്കും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ ബാറ്ററി കിട്ടുന്നുവെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയ ബാറ്ററി ആയിരിക്കും ഉറപ്പായിട്ടും കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലൈൻ്റ് ആകാനുള്ള കാരണം ഇതുപോലത്തുള്ള 6 സെല്ല് അല്ലെങ്കിൽ ഇതുപോലത്തെ 8 സെല്ലുകൾ ചേർന്നിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി 3 കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ ബാറ്ററി ചാർജ് കയറാതെ ഇത് കംപ്ലൈൻ്റ് ആയത്. അതുകൊണ്ടായിരിക്കണം ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഈ ബാറ്ററി കളഞ്ഞത്. സോ നമുക്ക് ഈ ബാറ്ററി 3 നമുക്ക് ആവശ്യമില്ല. സോ നമുക്കിത് അങ്ങോട്ട് കളയാം. ഉള്ള നല്ല നല്ല ബാറ്ററീസാണ് ഇതെല്ലാം. ഇതുപോലത്തെ ലാപ്ടോപ്പ് ബാറ്ററീസാണ് ഇതെല്ലാം. സെല്ലാണ്, ഇതിന് ഓരോ സെല്ലെന്ന് പറയും. നമ്മളിതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ബാറ്ററീസ് ആക്കുന്നത്. ഈ ബാറ്ററി എല്ലാം 3.35 വോൾട്ട് തരാൻ ശേഷിയുള്ള ബാറ്ററീസാണ്. 2800 mAh. ഏകദേശം ഈ പച്ച കളറിൽ കാണുന്നതെല്ലാം സാംസങ്ങിൻ്റെ ബാറ്ററീസാണ്. ഇതെല്ലാം ഓരോ ബ്രാൻഡ് ബാറ്ററീസാണ്, ലോക്കൽ ബാറ്ററീസ് ഒന്നുമല്ല. അപ്പം ഇതുപോലത്തെ ബാറ്ററീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പവർ ബാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പവർ ബാങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, സെറ്റുകളായിട്ടുള്ള 12 ബാറ്ററികൾ, 3 സെറ്റായിട്ട് 12 ബാറ്ററികൾ ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബാറ്ററിക്ക് ഏകദേശം 2800 mAh, ഏകദേശം 2800 mAh ശേഷിയുള്ള ബാറ്ററീസാണിത്. 3.30 അല്ലെങ്കിൽ ഒരു 4 വോൾട്ട് വരില്ല, 3.82 അല്ലെങ്കിൽ 3.85 വരെ ചാർജ് ശേഖരിക്കാൻ കഴിവുള്ള ബാറ്ററീസാണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 വോൾട്ടാണ് കൊടുക്കാനുള്ളത്. 5 വോൾട്ട് 2 ആംപിയറോ 3 ആംപിയറോ 4 ആംപിയറോ 5 ആംപിയറോ എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ബാറ്ററീസ് നമ്മൾ ചാർജ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. 33,600 mAh ശേഷിയുള്ള ബാറ്ററികളാണ് ഇത്. 3യും ചേരുമ്പോൾ 33,600 mAh ശേഷി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് പാരലൽ കണക്ഷനായിട്ടാണ്, അതായത് ഈ ഭാഗം അത്രയും പോസിറ്റീവും ഈ ഭാഗം അത്രയും നെഗറ്റീവുമാണ്. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കാനുള്ളത്. അതായത് ഇത് ഇത്രയും ഭാഗം ഒരുമിച്ച് സോൾഡർ ചെയ്ത് ചേർക്കണം. ഇത് ഇത്രയും ഭാഗം, അതായത് പോസിറ്റീവ് എല്ലാം സോൾഡർ ചെയ്യണം, നെഗറ്റീവ് എല്ലാം സോൾഡർ ചെയ്ത് കിട്ടി ഒരു ഇതാവും. അതായത് പോസിറ്റീവും നെഗറ്റീവും എന്നുള്ള രീതിയിൽ വെളിയിൽ വരും. ഈ പോസിറ്റീവും നെഗറ്റീവും വെളിയിൽ വരുന്ന ഭാഗത്താണ് ഈ ചാർജിങ് മോഡ്യൂളിൻ്റെ പോസിറ്റീവ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിലും ഈ ചാർജിങ് മോഡ്യൂളിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലും നമ്മൾ കൊടുക്കുന്നു. ഇത്രയും മാത്രമാണ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇത് ചാർജിന് വയ്ക്കണം. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇനി നമ്മൾ സീരീസായിട്ട് പാരലായിട്ട് എങ്ങനെയാണ് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സോൾഡറിങ് ആണ്. കുറച്ച് നല്ല അത്യാവശ്യം ഗേജുള്ള ഒരു 1 സ്ക്വയർ അടുപ്പിച്ച്, ഇത് 1 സ്ക്വയർ ഇല്ല, അതിൻ്റെ താഴെയുള്ള ചെറിയ വയർ, കുറച്ച് ഇതുപോലത്തെ ചെറിയ വയർ. പിന്നെന്താ ഇതുപോലത്തെ സോൾഡറിങ് ആണ്, സോൾഡറിങ് ലെഡ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സോൾഡറിങ് പേസ്റ്റ്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. സോൾഡറിങ് പേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ബാറ്ററീസിൽ സോൾഡറിങ് ലെഡ് ഒട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇതും കൂടെ എടുത്തിട്ടുള്ളത്. ഫ്ലക്സ് എന്നും പറയും ഇതിന്. അപ്പോൾ നമുക്കിനി ബാറ്ററിയിലോട്ട് വയർ സോൾഡർ ചെയ്യാം. ഇന്ന് നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സോൾഡർ ചെയ്യണം. ബാറ്ററിയിലോട്ട് ഇതുപോലെ നമ്മൾ സോൾഡറിങ് ചെയ്യണം. അപ്പോൾ സോൾഡറിങ് ചെയ്യാൻ കുറച്ച് പാടാണ് സംഭവം. ബാറ്ററിയിലോട്ട് ഒട്ടാനായിട്ട് കുറച്ച് ഈ സോൾഡറിങ് ബാറ്ററിയിലോട്ട് ഒട്ടിയിരിക്കാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഞാൻ കാണിക്കാത്തത്. ഇപ്പോൾ ഇതിലോട്ട് ഒട്ടിക്കഴിഞ്ഞു. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പുക വരും. ആ പുകയൊക്കെ ശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇങ്ങനെ എല്ലാ ബാറ്ററിയിലും ചെയ്തിട്ട് ഞാൻ അടുത്ത് വരാം. ആ രീതിയിലാണ് നമ്മൾ സോൾഡറിങ് ചെയ്യാനുള്ളത്. കാരണം നെഗറ്റീവ് വരുന്ന ഭാഗങ്ങളെല്ലാം നെഗറ്റീവായിട്ടും സോൾഡർ ചെയ്യണം, പോസിറ്റീവ് വരുന്ന ഭാഗങ്ങളെല്ലാം പോസിറ്റീവായിട്ടും സോൾഡർ ചെയ്യണം. ഈ രീതിയിലാണ് നമ്മൾ സോൾഡറിങ് ചെയ്യേണ്ടത്. അങ്ങനെ
പോസിറ്റീവ് ഈ ഭാഗം എത്രയും പോസിറ്റീവാണ്, ഈ ഭാഗം അത്രയും പോസിറ്റീവാണ്. സോൾഡർ ചെയ്തു. അടുത്ത് ഇത് ഇത്രയും നെഗറ്റീവ്, ഇത് ഇത്രയും നെഗറ്റീവ്, ഇതെല്ലാം കൂടെ പാരലൽ ആയിട്ട് നമ്മൾ സോൾഡർ ചെയ്തു. ഇനി ഈ പോസിറ്റീവ് എല്ലാം ഒരുമിച്ചാക്കണം, നെഗറ്റീവ് എല്ലാം ഒരുമിച്ചാക്കണം. അപ്പോൾ ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന ബേസ് ബോർഡിലാണ് നമ്മളെ പവർ ബാങ്കിൻ്റെ ബോഡി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇത് നമ്മൾ വെള്ളം നനയ്ക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബേസ് ബോർഡ് വെച്ച് ബോഡി ഉണ്ടാക്കാനാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ബോർഡ് വെച്ചിട്ട് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവൊക്കെ എടുത്തൊന്ന് വെട്ടി റെഡിയാക്കാം. ചെയ്യാൻ പോകുന്നത് ഈ ബേസ് ബോർഡിലോട്ട് നമ്മൾ ഈ ഫെവിക്കോൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ബാറ്ററീസ് ഈ കാണുന്ന രീതിക്ക് നല്ല രീതിക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി. ഓക്കെ, ഞാൻ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലോട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പവർ ബാങ്കിൻ്റെ ഒരു പകുതി കൺസ്ട്രക്ഷൻ സംഭവം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവും നെഗറ്റീവും എല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. അത് നമ്മുടെ പവർ ബാങ്കിൻ മോഡ്യൂളിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കൊണ്ടുവന്ന് സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി മേക്കിംഗ് ഇത്, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് ഇനിയൊരു നല്ല രീതിയിലാക്കണം, ഒരു ബ്രാൻഡഡ് ലുക്കിലാക്കി ഇതിന് ബാക്കി ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത്. ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ബേസ് ബോർഡും ഫെവിക്കോൾ പശയാണ്. കാര്യം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രണ്ട് സാധനം ഇത് രണ്ടുമാണ്. കാര്യം നല്ലപോലെ ഫെവിക്കോൾ നല്ലപോലെ ഒട്ടുകയും ചെയ്യും, പിന്നെ നമുക്ക് പിന്നീട് വലിച്ചിളക്കാനും പറ്റും. ഇപ്പോൾ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വലിച്ചിളക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിച്ചിളക്കാൻ പറ്റും. അപ്പം ഇതിത്രയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അടുത്ത ഭാഗം വരുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ ബ്രാൻഡഡ് ലുക്കാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്കിൻ്റെ അവസ്ഥ. കാര്യം ഞാൻ ബേസ് ബോർഡൊക്കെ വെച്ചിട്ട് നൂലൊക്കെ വെച്ച് കെട്ടി നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. കാര്യം ഞാൻ ഇങ്ങനെ ബേസ് ബോർഡ് വെച്ച് ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇത് ഉണ്ടാക്കാൻ എളുപ്പവും, രണ്ടാമത്തെ കേസ് ഞാൻ ഈ നൂല് വെച്ച് കെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ ഒരു സാധനം തറയിൽ വീണ് കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ബേസ് ബോർഡ് വെച്ച് ഞാൻ ഇങ്ങനൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാരണം. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും, വെള്ളം നനയാത്ത എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാനത് ബേസ് ബോർഡ് വെച്ചിട്ടായിരിക്കും മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തറയിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പറ്റത്തില്ല, ഇതിനകത്തുള്ള ഒരു സാധനത്തിനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ബോർഡ് വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയത്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് ആർക്കാണെങ്കിലും ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയ രീതി വെച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും ഇതുപോലത്തെ സംഭവം ചെയ്യാമെന്നേ ഉള്ളൂ. ഇനി ഇതിനൊരു പക്ക ബ്രാൻഡഡ് ലുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ചെയ്യുന്നത് റെക്സിൻ ഉപയോഗിച്ചിട്ട് ഇതിനൊരു ബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബോഡിയിൽ കവറിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെക്സിനാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ തറ വീണ സ്ക്രാച്ച് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ റെക്സിൻ ഉപയോഗിച്ചിട്ടാണ് അടുത്ത് ഇതിൻ്റെ ബോഡി ചെയ്യുന്നത്. നമ്മളുണ്ടാക്കിയ പവർ ബാങ്കിൻ്റെ അവസാന ഘട്ടം വേറെ ഒന്നുമില്ല, ഉണ്ടായി കഴിഞ്ഞു. ഇനി ഈ ഫ്രണ്ട് ഭാഗം ഒന്നും കൂടെ കുറച്ചുകൂടെ ഭംഗിയാക്കണം, അത്രേ ഉള്ളൂ. ഇത് റെക്സിൻ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു ഇതിൻ്റെ ബോഡി. അപ്പോൾ നമ്മളെ പവർ ബാങ്ക് ഓക്കെയാണ്. ഇനി നമുക്കിത് ചാർജ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെത്ര ചാർജ് ഉണ്ടെന്ന് നോക്കാം. ഇതിലിപ്പോൾ രണ്ട് കട്ടയാണുള്ളത്. ഏകദേശം 25% ചാർജാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇത് പശയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കണം, അതെല്ലാം ഇനി ഇളകി കളയണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പവർ ബാങ്ക് റെഡി ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡായിട്ടുള്ള 33,600 mAh ബാക്കപ്പുള്ള ശേഷിയുള്ള ഒരു പവർ ബാങ്ക്. ഇതുപയോഗിച്ച് നമ്മളൊരു 5000 mAh ബാറ്ററി 10 പ്രാവശ്യം ചാർജ് ചെയ്യാം, അതിൽ കൂടുതലും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ പവർ ബാങ്ക്. ഉണ്ടാക്കിയ ഈ പവർ ബാങ്ക് വെച്ചിട്ട് ഒരു iPhone 5 വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ, വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് നമുക്ക് നോക്കാം. ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് നോക്കാം, ഇത് ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനത് ഓൺ ചെയ്യണേ. ഓക്കെ, നമ്മളെ ഐഫോൺ ഇപ്പം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ പഴയ ഫോണാണ്, iPhone 5s ആണ്. അപ്പം നമ്മളെ പവർ ബാങ്കിൽ നിന്നും ഫോണിലോട്ട് ചാർജ് കയറുന്നുണ്ട്, എല്ലാവർക്കും കാണാം. ഇനി ഇത് പവർ ബാങ്ക് ഒന്ന് ചാർജ് ചെയ്യാം. 2 കട്ടയേ ഉള്ളൂ, 2 കട്ട എന്ന് വെച്ചാൽ 25% ചാർജേ ഉള്ളൂ. ഈ പവർ ബാങ്ക് നമുക്കിനി ഒന്ന് ചാർജ് ചെയ്യാം. അപ്പം പവർ ബാങ്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വോൾട്ടും 2 ആംപിയറുള്ള ചാർജർ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ചാർജ് ചെയ്യുന്നത്. ഏകദേശം ഇത് ഫുൾ ചാർജ് ആവാൻ ഏകദേശം ഒരു 16 മണിക്കൂർ എടുക്കും എന്നെനിക്ക് തോന്നുന്നത്. ഏകദേശം അത്രയും വരും, 16 മണിക്കൂറോളം ആവും ഫുൾ ചാർജ് ആവാനായിട്ട്. കാര്യം
10,000 mAh പവർ ബാങ്ക് ചാർജ് ആവാൻ ഏകദേശം 6 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 16 മണിക്കൂറൊക്കെ എടുക്കും ഫുൾ ചാർജ് ചെയ്യാനായിട്ട്. സംഭവം വർക്കിംഗ് ആണ്, എല്ലാം ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.